പാലാ സെന്റ് തോമസ് കോളേജിലെ 1984-87 വർഷത്തെ BSc ഫിസിക്സ് ബാച്ച് അലുമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിദ്യാകരണം 2026 പ്രോഗ്രാമിന് തുടക്കമായി. പദ്ധതി ഉദ്ഘാടനം പാലാ ബോയ്സ് ടൗണിൽ നടന്നു. മണി സി കാപ്പൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ബോയ്സ് ടൗൺ എന്ന് പറഞ്ഞ പ്രസ്ഥാനം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ പിതാവും ഹെബ്ലാക്കറ്റും തമ്മിൽ അത്രയും ബന്ധമായിരുന്നു. പാലാ ലാലപ്പള്ളിയിൽ വികാരിയച്ഛനായിരിക്കുന്ന കാലത്താണ് ഫാദറും ഹെബ്ലാക്കറ്റും കാര്യങ്ങൾ ആലോചിക്കുന്നു, ഇങ്ങനെയൊരു പരിപാടിക്ക് രൂപം കൊടുക്കുന്നു. എന്നൊക്കെ ഞാൻ ഓർക്കുന്നത് ഞങ്ങളൊക്കെ വേദപാഠത്തിന് പോകുമ്പോൾ വലിവണ്ടി വലിച്ച് പോകുന്ന വഴിക്ക് ഓരോ വീടുകളിൽ നിർത്തി അന്നറിയാം ബോയ്സ് ടൗണിലേക്കുള്ള സാധനങ്ങൾ എടുത്ത് വെളി വെച്ചിരിക്കും. വാഴക്കൊല, കപ്പ, ഏത്തക്കൊല, ചേന, കാച്ചില് ഇതൊക്കെ ഞങ്ങൾ വലിച്ചൂടെ കൊണ്ടുവരുമായിരുന്നു. അതന്നത്തെ കാലഘട്ടം. അന്ന് അരിശാമമുള്ള കാലം. അന്ന് അച്ഛൻ പറഞ്ഞു തീപ്പെട്ടിയരി ഓരോ വീടുകളിൽ നിന്നും തീപ്പെട്ടിക്കകത്ത് അരി നിറച്ചിട്ട് കൊടുക്കുക. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇവിടെ അരി വരും, ഒരു പറയാൻ രണ്ട് കുറേയൊക്കെ അരി കടന്നു വരുന്നു. അങ്ങനെ ഒരുപാട് അരക്ഷിതാവസ്ഥകളിലൂടെയാണ് ഈ ബോയ്സ് ടൗൺ കടന്നു വന്നത്. പിന്നീട് ഞാനൊക്കെ വളർന്നു വന്നപ്പോഴും ഈ പറഞ്ഞ ബോയ്സ് ടൗണിൽ അന്ന് 125 പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ ഡ്രസ്സ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ഫുഡ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ദ്രൻസിനെയും ജയറാമിനെയും ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 25 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും ധനസഹായവും വിതരണം ചെയ്തു. പാലാ നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനു മുഖ്യപ്രഭാഷണം നടത്തി. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്കൊത്തിരി സന്തോഷം തോന്നി. കാരണം ഇവർ പറഞ്ഞ പോലെ ഇവര് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടി അവര് അലുമിനി അസോസിയേഷനൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അവർ ആദ്യം ചിന്തിച്ചത് സൊസൈറ്റിക്ക് എങ്ങനെ തിരിച്ചു കൊടുക്കണം എന്നാണ്. എനിക്ക് ഈ കുഞ്ഞു മക്കളോടും പറയാനുള്ളത്, ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്കും ഇങ്ങനെ ഒരു അവസരം കിട്ടിയേക്കാം. അപ്പോൾ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒത്തിരി വലിയ സഹായങ്ങൾ, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുസ്തകമായിട്ടായിരിക്കാം, നിങ്ങൾക്കും അതിനുള്ള അവസരം തീർച്ചയായിട്ടും ലഭിക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഇവരെയൊക്കെ ഓർക്കണം, ഇവരെ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അസോസിയേഷൻ പ്രസിഡന്റ് PG അനിൽ പ്രസാദ്, സെക്രട്ടറി ജോഷി വട്ടക്കുന്നേൽ, ട്രഷറർ കുര്യാച്ചൻ കോക്കാട്ട്, സിസ്റ്റർ വിമല തുടങ്ങിയവർ പങ്കെടുത്തു. പാലാ ബോയ്സ് ടൗൺ, മരിയസദനം, കൊഴുവനാൽ ഗേൾസ് ടൗൺ എന്നിവിടങ്ങളിലെ കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്.